ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് കുഞ്ഞ് ഇത്രയേ ഉള്ളൂ, ആ സമയത്ത് നമ്മൾ കാലറീസ് കൂടുതൽ കൊടുക്കണ്ട ആവശ്യമില്ല. പക്ഷെ സെക്കൻഡിലും തേർഡിലും വരുമ്പോൾ അതിനൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ ഉണ്ടോ? സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ ആസ് പെർ ദ സ്റ്റഡീസ് റിസർച്ച് വെച്ചിട്ട് ഫൈൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എക്സ്ട്രാ ഒരു 340 കാലറീസ് പെർ ഡേ ആണ് എക്സ്ട്രാ റിക്വയർമെന്റ് വരുന്നത്. പിന്നെ നമ്മൾ തേർഡ് ട്രൈമസ്റ്ററിൽ വരുമ്പോൾ ഒരു 450 അറൗണ്ട് ഒരു 450 കാലറീസ് വരെയാണ് വരുന്നത്. പക്ഷേ ഇതിപ്പോ ട്വിൻസ് ആണ്, ഇതിപ്പോ സിംഗിൾ ബേബി ആണെങ്കിലാണ്, ട്വിൻസ് ആണെങ്കിൽ കാലറി റിക്വയർമെന്റ് ഒന്നുകൂടി കൂടുതലായിരിക്കും. പക്ഷെ അത് ഭയങ്കര വ്യത്യാസമൊന്നുമില്ലല്ലോ. ഈ 340 എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ ആഡ് ചെയ്താൽ, അപ്പോൾ നമ്മൾ ഈ പറയണ പോലെ 2 പേർക്ക് വേണ്ടിയിട്ടുള്ള കഴിക്കൽ, ആഗ്രഹമുള്ളെല്ലാം മസാല ദോശ, ബിരിയാണി, അങ്ങനെയൊന്നും ഇല്ല. ചെറിയ വ്യത്യാസം മതി. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മളത് ചെയ്യുന്നു, അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ അൺനെസസറി വെയിറ്റ് ഗെയിൻ്റെ കാരണമൊക്കെ മെയിൻലി ഇതാണ്. നമ്മൾ കാലറീസ് ഒന്നും നമ്മൾ തീരെ അറ്റൻഷൻ കൊടുക്കാത്ത ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് എക്സസ് വെയിറ്റ് ഗെയിൻ പലർക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ആമിർ ഖാൻ സിനിമയ്ക്ക് വേണ്ടി ദങ്കലിന് വേണ്ടിയിട്ട് ഇത്ര മാസം കൊണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് കൂട്ടി. പക്ഷെ അതിനുശേഷം 6 മാസം അത്ര എടുത്തോന്ന് അറിയത്തില്ല, പുള്ളിയെ പഴയ ബോഡിയിലോട്ടായി. അപ്പോൾ അന്ന് അതിനെക്കുറിച്ച് ഞാൻ വായിച്ചു. വെയിറ്റ് കൂടുക കുറയാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ അതിന് വരെ ബോഡി അത്രയും ഫിറ്റ് ആയിരുന്നുകൊണ്ട്, ഹി വാസ് ഓൾവേസ് ഫിറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ലൂസ് ആ അത്രയും ഉണ്ടായിരുന്ന വെയിറ്റ്, പിന്നെ കളയാൻ എളുപ്പമായിരുന്നു. ശരിക്കും പ്രഗ്നൻസി സമയത്തെ അതുവരെയുള്ള വർക്കൗട്ട് അത് കണക്റ്റഡ് ആണോ ലേബറും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ആ റിക്കവറി ആയിട്ട് കണക്റ്റഡ് ആണോ ഈ വർക്കൗട്ട്? ആക്ച്വലി മസിൽ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഒരു പ്രാവശ്യം ട്രെയിൻ ചെയ്ത ഒരാൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും റീഗെയിൻ ചെയ്യാനായിട്ടുള്ളത്. അതായത് പഴയ ഒരു സ്റ്റേറ്റിലേക്ക് പോകാൻ എപ്പോഴും ഫിസിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ വെയിറ്റ്സ് ഒക്കെ എടുത്ത് ശീലമുള്ള ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മസിൽ മെമ്മറി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രീ സ്റ്റേറ്റിലേക്ക് പോകാൻ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. പക്ഷേ ത്രൂ പ്രഗ്നൻസി സമയത്തും വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടാവുക. കാരണം നമ്മൾ 9 months ബ്രേക്ക് അല്ലെങ്കിൽ 40 weeks ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ലോങ് ബ്രേക്ക് അല്ലേ, അത് വെച്ചിട്ട് ചിലപ്പം നമുക്ക് ഒത്തിരി എഫക്റ്റീവ് ആയിട്ടൊരു എന്താ പറയുക, ഒരു പ്രീ സ്റ്റേറ്റിലേക്ക് പോകുന്നത് ചിലപ്പം ഇത്രയും വലിയ ബ്രേക്ക് എടുക്കുന്ന ഒരാൾക്ക് പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ തീരെ വർക്കൗട്ട് ചെയ്യാത്ത ഒരാളെക്കാളും എളുപ്പമായിരിക്കും നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക്. ഈ പ്രഗ്നൻസി സമയത്ത് ഇപ്പം ദൃശ്യ പറഞ്ഞു 20 kgs കൂടി, ഞാൻ 58 75 ആയി. ഒപ്റ്റിമമായിട്ട് ഒരു ഗർഭിണിക്ക് എത്രയാണ് വെയിറ്റ് വെക്കേണ്ടത്, എത്രയാണ് ശരിക്കും വേണ്ടത്, എത്രത്തോളം ആ സമയമാകുമ്പോഴത്തേനും ആവാം? അത് ഓരോ സ്ത്രീയുടെയും പ്രീ പ്രഗ്നൻസിയിലുള്ള ഫിറ്റ്നസ് ലെവൽ അനുസരിച്ച്, ഫിറ്റ്നസ് ലെവൽ എന്ന് വെച്ചാൽ BMI ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിപ്പോൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡിഫറെൻ്റ് ആണ്, എത്ര kgs കൂടാം സേഫ് ആയിട്ട് എന്നുള്ളത്. അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഡിഫറെൻ്റ് ആണ്, നോർമൽ വെയിറ്റ് ആയിട്ടുള്ളവർക്ക് ഡിഫറെൻ്റ് ആണ്, ഒബീസ് ആയിട്ടുള്ളവർക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു, അതായത് ഇപ്പോൾ ഒബീസ് ആയിട്ടുള്ള ഒരാൾ മാക്സിമം ഒരു 6 kgs ഒക്കെ മാത്രമേ കൂടാൻ പാടുള്ളൂ. കാരണം മനസ്സിലായില്ലേ, കാരണം അത് ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ്സ് എക്സ്ട്രാ ഉണ്ടാവും, ബേബിയുടെ വെയിറ്റ് വരും, പ്ലസൻറ്റ. അപ്പോൾ ഇതൊക്കെ കാരണമാണ് നമ്മൾ 6 kgs വരെ മാക്സിമം എന്ന് പറയുന്നത്. കാരണം എത്രത്തോളം വെയിറ്റ് കൂടുന്നോ അത് ഈ അമ്മയുടെ ശരീരത്തിനും ഈവൻ കുഞ്ഞിൻ്റെ ഡെലിവറി പ്രോസസ്സിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനൊക്കെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റഡ് ആവും. നേരെ മറിച്ച് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്ക് മേ ബി ഒരു 16 kgs വരെ കൂടാം. ആസ് പെർ ദ സ്റ്റഡീസ് ആ ഡാറ്റയാണോ ഞാൻ പറയുന്നത്. 16 kgs വരെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്ക് കൂടാം. നോർമൽ വെയിറ്റ് ആണെങ്കിൽ അറൗണ്ട് ഒരു 12 kgs ഒക്കെ. ഓ, ഞാൻ ഭയങ്കര കൂടുതലായിരുന്നല്ലോ. ലൈക്ക് ഞാൻ 20 ആയിരുന്നു. 20 നമ്മൾ ഓക്കെ. അപ്പം പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡുകളുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എന്നും വോമിറ്റിംഗ് ആയിരുന്നു അത്രേ. അപ്പോൾ ഒരു ഏത്തപ്പഴം എല്ലാ ദിവസവും കഴിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ സമയത്തല്ല, എൻ്റെ അനിയൻ്റെ സമയത്താണ് തോന്നുന്നത്. അപ്പോൾ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഐ വാസ് ഓൺലി 3.5 കിലോ. പക്ഷെ എൻ്റെ അനിയൻ 5 കിലോയ്ക്ക് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു എന്ന് ഞാൻ ഏത്തപ്പഴം കഴിച്ചിട്ടായിരിക്കും, ഞാൻ പ്രഗ്നൻസിയിൽ എനിക്ക് ഏത്തപ്പഴം തന്നില്ല. അമ്മ പറഞ്ഞു നീ ഏത്തപ്പഴം കഴിക്കരുത്, വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ടാണ് അവനെ പ്രസവിക്കാൻ ഭയങ്കര പാടായിരുന്നു. ആ പ്രഗ്നൻസി തന്നെ അമ്മ പറയണ ഒരു വല്ലാത്ത ഒരു ഓഡിയോയിലായിപ്പോയി എന്നുള്ളത്. ശരിക്കും ഈ ഏത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് ഇപ്പം യു നോ അബൌട്ട് ഡയറ്റ്സ് ആൻഡ് പ്രഗ്നൻസി, അപ്പോൾ അത് ശരിക്കും കുട്ടിയുടെ വെയിറ്റിനെ അഫക്റ്റ് ചെയ്യുമോ നമ്മളാ കഴിക്കുന്ന ഫുഡ്? ഏത്തപ്പഴം എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ കാലറി വാല്യൂ ഇച്ചിരി കൂടുതലാണ്. അതായത് ഒരു പഴം കഴിക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 100 കാലറീസ് ഒക്കെ ഉണ്ടാവും ഒരു ഏത്തപ്പഴത്തിൽ. അപ്പൊ നമ്മളത് മാത്രമല്ല അതിൽ പ്രോട്ടീൻ കോണ്ടന്റ് ഇല്ല, നമ്മൾ കാർബ്സ് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഏത്തപ്പഴം. പിന്നെ അതിൽ ആവശ്യത്തിന് നല്ല ന്യൂട്രിയൻസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, നല്ല
നല്ല മൈക്രോന്യൂട്രിയൻ റിച്ച് ആണെന്ന് മാത്രം. പ്ലസ് ഈ കാർബ്സും ഉണ്ട്. പക്ഷെ അതിൽ ഒരു ബാലൻസ്ഡ് മീൽ അല്ലല്ലോ ജസ്റ്റ് ഒരു ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല കാലറീസ് പെട്ടെന്ന് കൂടും ഈ ഫ്രൂട്ട് കഴിക്കുമ്പോൾ. അതാണ് ഏത്തപ്പഴം കഴിക്കാം, പക്ഷെ ലിമിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നന്നായി എനിക്ക് അമ്മ തന്നില്ല, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഈ ഗർഭസമയത്തെ അമ്മയുടെ ഭാരം വെക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പ്രസവത്തിന് എന്തെങ്കിലും തരത്തിൽ അത് എഫക്റ്റ് ചെയ്യുമോ? അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ബ്ലഡ് ഷുഗർ ലെവൽസ് ഹൈ ആയിരിക്കും. കാരണം ഫീറ്റസിന്റെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ബ്ലഡ് ഷുഗർ ലെവലാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ബ്ലഡ് ഷുഗർ ലെവൽ ഇച്ചിരി ഹൈ ആയിരിക്കും സാധാരണ ഗതിയേക്കാളും പ്രഗ്നൻസി ടൈമിൽ. പിന്നെ അപ്പോൾ ഡയബറ്റീസ് ഇൻ കേസ് ജസ്റ്റേഷൻ ഡയബറ്റീസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബേബിക്ക് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വെയിറ്റ് ഇപ്പോൾ ബിഗർ ബേബി ആണെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ വെജൈനൽ ഡെലിവറി നടക്കാനുള്ള പോസിബിലിറ്റി അവിടെ കുറഞ്ഞു വരും. കൂടുതലും സി സെക്ഷന് ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാധ്യതയിലേക്ക് വരും ഇൻ കേസ് ഇഫ് ബേബി ഈസ് ടു ബിഗ്. കാരണം ത്രൂ വെജൈന കുഞ്ഞിനെ പുറത്ത് വരാനുള്ളൊരു ആ ഒരു സൈസിലല്ല. ഇപ്പോൾ ടൂ മച്ച് ബിഗ് ആണെങ്കിൽ ഡോക്ടേഴ്സ് പലപ്പോഴും സജസ്റ്റ് ചെയ്യുക സി സെക്ഷൻ ആയിരിക്കും സേഫർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒത്തിരി കുഞ്ഞിന് വെയിറ്റ് കൂടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അധികം വെയിറ്റ് നമ്മുടെ ബോഡി ഗെയിൻ ചെയ്യുകയാണെങ്കിൽ കൂട്ടത്തിൽ ബേബിയും ഗ്രോ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വെയിറ്റ് കൂടും കുഞ്ഞിന്. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ടൊരു വെജൈനൽ ഡെലിവറി ചിലപ്പം പോസിബിൾ ആയിരിക്കില്ല.